എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും വലിയൊരു നമസ്കാരം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്ന് എല്ലാ ദിവസവും എൻ്റെ അധികവും പാചകത്തിൻ്റെ ഇത് തന്നെ ഇട്ട് തരാം. അതും വലിയൊരു പാചകമൊന്നുമല്ല. ഞാൻ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനത്തിൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പച്ചക്കായ് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ നാലാക്കിയിട്ടാണ് മുറിച്ചിട്ട്. ഇത് ഞാൻ ഇറശ്ശേരി വെക്കുന്നതാണേ. ഉണ്ടോ, പരിപ്പ് പുതിർത്തിട്ടുണ്ട്. പരിപ്പും കായും കൂടി നല്ലോണം കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഇതാ ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതാണ്. എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടൂലേ. ഇനി ഞാൻ കറി ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ള. പരിപ്പും കായും ഇറശ്ശേരി ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ് പരിപ്പും കായും, പയറും കായും, കറമൂസും പരിപ്പും ഇങ്ങനെയെല്ലാം വെക്കുന്നത്. നമ്മൾ അധികവും വെക്കുക പരിപ്പും കായും. പരിപ്പും വെള്ളേരിയും വെച്ച് കഴിഞ്ഞാലും ഈ പരിപ്പും കായും വെക്കുന്ന പോലെ തന്നെ പരിപ്പും വെള്ളേരിയും വെച്ച് കഴിഞ്ഞാലും നല്ല രസമുണ്ടാകും കറി. പക്ഷേ എന്തെങ്കിലും പുളിപ്പുള്ള കറി വേറെ എന്തെങ്കിലും ഒന്ന് വേണം. ഒന്നും വലിയൊരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു പച്ചടി അങ്ങനത്തെ എന്തെങ്കിലും വേണം. ഞാനിതാക്കിയിട്ട് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള. കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പരിപ്പും കായും. പരിപ്പ് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ പുതിർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പരിപ്പും കായും ഒപ്പരം വെക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പരിപ്പ് ആദ്യമേ വേവിച്ചിട്ട് വെക്കും, അല്ലാണ്ട് ശരിയാവില്ല. കായങ്ങ് വെന്തങ്ങ് അടിഞ്ഞു പോകും. ഇതിന് ഞാൻ പരിപ്പ് വെള്ളത്തിൽ പുതിർത്ത് വെച്ചുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒപ്പരം വെക്കുന്ന വെള്ളം വെക്കുന്നുണ്ട്. പരിപ്പ് വേഗം അടി പിടിക്കും, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. പെട്ടെന്നൊട്ട് വെന്ത് കിട്ടുകയില്ലല്ലോ. എന്തായാലും ഒരു 3-5 വിസിൽ വേണ്ടി വരും. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കൂ. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ മഞ്ഞളും പൊടിയും ഇട്ടതിന് ശേഷം നമ്മൾ വിസിൽ വരുമ്പോൾ ഇല്ലേ അതെല്ലാം ഇതിൻ്റെ വെയിറ്റിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് പുറത്ത് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു തുള്ളി മതി, കുറച്ചൊന്നും വേണ്ട. ഒരു തുള്ളി മതി. അതൊന്ന് പുറത്ത് പോവാണ്ടിരിക്കാൻ മാത്രം വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് ഇനി നല്ലോണം ഒരു 3-5 വിസിൽ വരുന്നവരെ ഞാൻ വേവിക്കട്ടെ. എന്നിട്ട് ഞാൻ അരപ്പും കൂടി ചേർത്തിട്ട് ഇറശ്ശേരിയാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇറശ്ശേരിയെല്ലാം പറയുന്ന കറികളും വലിയൊരു ഇതൊന്നുള്ള കറിയൊന്നുമല്ല. എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അധികം ആർക്കും ഈ ചോറിന് പുളിങ്കറി ഇഷ്ടം ഉണ്ടാവില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബാവടിന് പുളിങ്കറി ഇഷ്ടമേ അല്ല. പക്ഷേ എനിക്ക് പുളിപ്പ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അധികം പുളിങ്കറിയാണ് വെക്കുക. ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇറശ്ശേരി വെക്കട്ടെ എന്ന്. അപ്പം ഞാൻ ഇത് വെന്തതിന് ശേഷം കാണിച്ചു തരാം. എന്താ കണ്ട, പരിപ്പും കായും നല്ലോണം വെന്ത് നല്ലോണം അടിഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നൊരു 7 വിസിൽ ഞാൻ വരുത്തിച്ചിട്ടുണ്ട്. പുതിർത്തിട്ട് ഞാൻ അത്ര വിസിൽ വരുത്തിച്ചില്ല. ഇനി ഇതിൻ്റെ അകത്ത് തേങ്ങ കലക്കി ഒഴിക്കും. വേണ്ട, കുറച്ചാ തേങ്ങ അരച്ചിട്ടുള്ളൂ. ഞാനില്ലേ അരക്കുമ്പോൾ എന്നോട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ നല്ലോണം ഇതായിട്ട് വെന്ത് ഇങ്ങനെ കുഴഞ്ഞ് മുയ്ത്തിട്ട് വരുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ തേങ്ങ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ മേലെ കാണുന്ന ഈ കറുത്ത സാധനം ജീരകമാണ്. ജീരകം അരക്കുമ്പോൾ ഇടുക മറന്നുപോയി, അതുകൊണ്ട് ഞാൻ മരിച്ചേ തന്നെ ഇട്ടതാ. ഇനി ഞാൻ ഒഴിക്കട്ടെ. ഇനി ഇത് തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് ഓരോരുത്തർക്ക് എത്ര കറി കൂടുതൽ വേണോ എത്ര മുയിപ്പ് വേണമെന്ന് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ. ഇവിടെ അങ്ങനെ അധികം ഇങ്ങനെ കുറേ വെള്ളം പോലത്തെ കറി ഇഷ്ടമില്ല, മുയിത്തിട്ടുള്ള കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇത്തിരി കൂടി വെള്ളം ചേർക്കും. ഇതല്ലേ ഇത് തീരെ കട്ട പിടിച്ച പോലെ ആയിട്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു കറിവേപ്പില ഇട്ട് നല്ലൊരു വറവും കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ഇറശ്ശേരി. വറവ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയുള്ളിയും തേങ്ങ ചിരകിയതും കടുകും. ചെറിയുള്ളിയും തേങ്ങ ചിരകിയത് നല്ലോണം മൂപ്പിക്കും, കടുക് പൊട്ടിയതിന് ശേഷം ഇട്ടിട്ട്, എന്നിട്ടാണ് വറവ് കഴിക്കുക. വറവ് ഉണ്ടാക്കാൻ വറവ് ഇടുന്ന സാധനം അടുപ്പത്ത് വെച്ച് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് അതങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. ഇതാ കറി, നല്ലോണം പതച്ച കറി. ഇത്രയും മുയിപ്പ് കണ്ട, ഇത്രയും ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത്തിരി കടുക് ഇടണം. അത് പൊട്ടിയതിന് ശേഷം
നല്ലോണം പൊട്ടട്ടെ. പൊട്ടും എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ മൊത്തം തെറിക്കാണ്ടൊക്കെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം എടുക്കുക. കണ്ടാ, കടു പൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ മൂത്താറ്റം തെറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്കും ഒരു കറുത്ത കല വരും. ഇതാ കണ്ട, കടു പൊട്ടിയതിന് ശേഷം ഞാൻ കണ്ട വറവിനെടുക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും തേങ്ങ. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും തേങ്ങയും കൂടി നല്ലോണം മൂക്കട്ടെ. കടു പൊട്ടിയതിന് ശേഷം ഇതിടണ്ട. എന്നിട്ട് നല്ലോണം മൂക്കണം. ശരിക്കും ഇറച്ചേരീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വറവാണ്. ഇതിൻ്റെ ചെറിയ ഉള്ളീൻ്റെ എല്ലാം മണം നല്ല കറിയിലേക്ക് എത്തുമ്പോൾ നല്ലൊരു രുചി കിട്ടും. വേണ്ട, വറവ് വയ്ക്കട്ടെ. നല്ല മണവും നല്ല ഒച്ചയും എല്ലാം ഉണ്ടാവും. ഭയങ്കര മണമായിരിക്കും. ചുറ്റുവട്ടമെല്ലാം എത്തും. അടിപൊളി ഇറച്ചേരിയാണേ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുന്നതല്ല, എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്, പരിപ്പും കായും. പിന്നെ വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് വേണ്ട, ആകെ പരിപ്പും കായും മാത്രമേ വേണ്ടൂ. ഓക്കെ, എന്നാൽ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ കൂടെ കൂട്ടുക. ഓക്കെ, ബൈ ബൈ.